ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷിക്കണമെന്നൊരു ശുപാർശ DGP തന്നെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അക്കാര്യത്തിൽ ഞാൻ പറയാം, അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അന്ന് പിണറായി വിജയന് കസാല ഒഴിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ADGPയെ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി 100% അജിത് കുമാറിൻ്റെ കൂടെയാണ്. പിണറായി ഉള്ളിടത്തോളം കാലം ADGPക്ക് ഒന്നും തൽക്കാലം പേടിക്കാനില്ല. ഇനി ഭാവിയിൽ പിണറായി ഇല്ലാത്തൊരു കാലം വന്നാൽ അന്ന് ഇയാൾ മോഡിയുടെ അടുത്തേക്ക് പോകും. അതാണ് അജിത് കുമാർ. അദ്ദേഹമാണ് പിണറായി നരേന്ദ്രമോദിയുള്ളൊരു പാലം ഏതാണെന്ന് ചോദിച്ചാൽ അജിത് കുമാറാണ്. അപ്പോൾ ആ കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്നൊരു പത്രത്തിൽ വാർത്ത ഞാൻ കണ്ടു, സത്യത്തിൽ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അതായത് MB രാജേഷ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശത്രു മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലിട്ടുണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞത് ഞാനതിന് ഷെയർ ചെയ്തിട്ടില്ല, എന്നാൽ അതിലെ കണ്ടൻസിനോട് ഞാൻ വിയോജിക്കുന്നില്ല. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം എവിടെ എത്തി? ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവർ ചിന്തിക്കേണ്ടത് ബംഗാളിലും ത്രിപുരയിലേക്കുമുള്ള ഒരു പോക്കാണോ കേരളത്തിൽ CPM എന്നുള്ളത് അവരനുയായികൾ മനസ്സിലാക്കി പ്രതികരിക്കണം. അല്ലെങ്കിൽ കാരണം മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഈ മുഖം വികൃതമായതിന് കണ്ണാടി തെല്ലി പൊട്ടിക്കുന്നതിനേക്കാൾ ക്രൂരമാണ്. മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരാ? സ്വേച്ഛാധിപതികളാണ് സാധാരണ മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുക. അപ്പോൾ ഇവിടെ എന്ത് സത്യം പറഞ്ഞാലും അവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള അവസ്ഥയിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ തകർക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും പാർട്ടി മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ശ്രീധരൻ പിള്ള സർ പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയ അയിത്തം പാടില്ല. അത് RSS അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് രാഷ്ട്രീയ അയിത്തം പാടില്ല, ആരാരെ കാണണം, അത്തരം കാര്യങ്ങൾ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരിക്കലും സർക്കാരിൻ്റെ അനുമതി കൂടാതെ ആരെയും കാണാൻ പാടില്ല. ഒന്നുകിൽ ആ രാഷ്ട്രീയക്കാരനുമായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും. ഇത് ആ ബന്ധമല്ല. അതിന് പകരം ജയകുമാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ, ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ജയകുമാറിൻ്റെ വീട്ടിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചയാവില്ല. പക്ഷേ കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു നേതാവിനെ ഒരു IPS ഉദ്യോഗസ്ഥൻ കാണാൻ പോയാൽ അത് തെറ്റു തന്നെയാണ്. അതിൽ ശ്രീധരൻ പിള്ള സർ പറഞ്ഞൊരു കാര്യം, മറ്റ് മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സപ്പോർട്ട് RSSനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, CPM RSSനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഒരു അതായത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം RSS എടുത്തിട്ടുള്ള നിലപാടിനെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എതിർത്തിട്ടുണ്ട്. അതിന് മുമ്പും എതിർത്തിട്ടുണ്ട്, ശേഷവും എതിർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സംഘടനയുടെ നേതാവിനെ എന്തിനു പോയി കണ്ടു? എന്താണ് വ്യക്തിപരം? അത് പറയാൻ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിനോട് പറയിപ്പിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയത്തിലിപ്പോൾ ഒരു BJP നേതാവിനൊരു സ്ഥലത്ത് വെച്ച് കണ്ടു നിൽക്കുക, അവിടെ തൊട്ടുകൂടായ്മയൊന്നുമില്ല. കാരണം രാഷ്ട്രീയത്തിൽ എതിരാളികളുണ്ട്, പക്ഷേ ആജന്മ ശത്രുക്കൾ രാഷ്ട്രീയത്തിലില്ല. കാരണം ആരും മറ്റേ സ്വത്ത് തർക്കത്തിൻ്റെ പേരിലല്ലോ, ആശയത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. BJPയുമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എന്ന് ചോദിച്ചാൽ BJP നേതാവിനൊരു പബ്ലിക് സ്ഥലത്ത് വെച്ച് കണ്ടാൽ ലോഹ്യം പറയും, അതിന് ആരും തെറ്റും പറയില്ല. ഇപ്പോൾ മുമ്പ് പ്രധാനമന്ത്രി വിളിച്ചൊരു ലഞ്ചിന് പ്രേമേന്ദ്രൻ പങ്കെടുത്തല്ലോ. ഇപ്പോൾ പിണറായി ഒരു ഭക്ഷണത്തിന് വിളിച്ചാൽ ഞങ്ങളും പങ്കെടുക്കും. അത് വ്യക്തിപരമായിട്ട്, അതാണ് വ്യക്തിപരം. അത് രാഷ്ട്രീയത്തിലെ ബന്ധം. രാഷ്ട്രീയത്തിലെ എതിർപക്ഷത്താണെങ്കിലും ചില സാമാന്യ മര്യാദകളുണ്ടല്ലോ. ഒരു മനുഷ്യപ്പറ്റുണ്ടാവില്ല. വിവാഹത്തിന് ക്ഷണിച്ചാൽ പങ്കെടുക്കും, മരണത്തിൻ്റെതിന് പാർട്ടി നോക്കാതെ എല്ലാവരും പങ്കെടുക്കും. പക്ഷേ ഇവിടെ ഒരു കേരളത്തിലെ രണ്ട് മുന്നണികളും എതിർക്കുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ തലവനെ എന്തിനു പോയി കണ്ടു? അത് അറിയാൻ എല്ലാവർക്കും യോഗ്യത, എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് അതിനെ മറ്റു രീതിയിലുള്ള എന്താ തൊട്ടുകൂടായ്മയായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക്, അദ്ദേഹം വിശ്വസിക്കുന്ന ആശയത്തെ ഒരു രണ്ടാം തരം പൗരന്മാരായി കാണുന്ന നിലപാട് കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടല്ലേ.
കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത്. അല്ലാതെ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇപ്പോൾ പിണറായി നരേന്ദ്രമോദിയോ ഒക്കെ ഞങ്ങളുടെ അതിന് സ്വത്ത് കൈയേറിയിട്ടൊന്നുമില്ലല്ലോ. എന്തിനാ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം? ആശയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. അതിൽ ഇടതുപക്ഷമായിട്ടുള്ള ആശയ വ്യത്യാസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അവരുമായിട്ടുമില്ല. എന്നാൽ BJP ആയിട്ട് RSS ആയിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നാവറക്കണം എന്ന് വരെ പറഞ്ഞില്ലേ BJPയുടെ പിന്തുണയുള്ള ചില ആളുകൾ. ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം നിന്ന് ഇപ്പം മറുകണ്ഠം ചാടി രാജ്യസഭ വഴി മന്ത്രിയായിട്ടുള്ള വിട്ടു. അദ്ദേഹം പറഞ്ഞ രാഹുൽ ഗാന്ധി ഭീകരനാണ്. അപ്പം ഞങ്ങളാണ് BJPയെ ശക്തമായിട്ട് എതിർക്കുന്നതും അതിൻ്റെ ഫലമായിട്ട് എപ്പോഴും അവർ ആക്രമിക്കുന്നത് ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിനെയാണ്. അതുകൊണ്ട് തന്നെ RSSുമായിട്ട് ഒരു തരത്തിലുള്ള ഐക്യത്തിനും ഒരിടത്തും ഇന്ത്യയിൽ കോൺഗ്രസ് കേരളം ഉൾപ്പെടെ തയ്യാറില്ല.